ഈ ഉടായിപ്പ് തട്ടിപ്പ് എന്നുള്ള വാക്കുകൾ അങ്ങനെയുള്ളവരെ പോയി വിളിക്കാം, അങ്ങനെ ചെയ്യുന്നവരെ പോയി വിളിക്കാം. എന്നെ അങ്ങനെ വിളിക്കാൻ ഒരു റൈറ്റ്സും ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ബ്ലെയിം ചെയ്യാൻ പോകുന്നത്? അവിടെ നഷ്ടപ്പെടുന്നത് എന്റെ ഫാമിലിക്ക് മാത്രമാണ്. നിങ്ങൾക്ക് സിനിമ സീരിയൽ നടിയായ പാർവതി ആർ കൃഷ്ണയുടെ ഫേസ് യോഗ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖം കൊണ്ട് പലതരത്തിലുള്ള ഗോഷ്ടികൾ കാണിച്ചു കഴിഞ്ഞാൽ മുഖത്തിലെ ഫാറ്റ് കുറയും, പ്രായം കുറഞ്ഞ പോലെ തോന്നിക്കും തുടങ്ങിയ അവകാശവാദങ്ങളുമായാണ് പാർവതി ഈ ഫേസ് യോഗ ക്ലാസുകൾ എടുത്തിരുന്നത്. പാർവതിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഏകദേശം 6000-ഓളം സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സയന്റിഫിക്കലി യാതൊരുവിധ തെളിവുകളും ഇല്ലാത്ത ഫേസ് യോഗ എന്ന് പറയുന്ന പരിപാടി പ്രചരിപ്പിച്ചുകൊണ്ട് പാർവതി 1000 പേർക്ക് ക്ലാസ് എടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അവർ ഒരു മാസം എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും ആലോചിച്ച് നോക്കി. യാതൊരുവിധ സയന്റിഫിക് എവിഡൻസും ഇല്ലാത്തൊരു സംഭവം വെച്ചിട്ടാണ് ഇത്രയും ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നതും ഇത്രയും പൈസ ഉണ്ടാക്കുന്നതും. അതുകൊണ്ടാണ് ഇതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ അങ്ങനെ പ്രത്യേകമായ യോഗകളോ എക്സസൈസുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നല്ല ഡയറ്റും വർക്കൗട്ടും ചെയ്ത് ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുഖത്തിലെ കൊഴുപ്പും കുറയും, മുഖം ഷേപ്പായിട്ട് വരും. അല്ലാതെ മുഖത്തിലെ ഫാറ്റ് മാത്രം കുറയ്ക്കാൻ നമുക്ക് കഴിയൂല. ഇതിനെ സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയും. മുഖത്തിലെ എന്നല്ല, ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിലെ കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പൊ പാർവതി തന്നെ നമുക്കുള്ള മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാർവതിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഹലോ, എന്റെ പേര് പാർവതി കൃഷ്ണ. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് ഫേസ് യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഐ ഗോട്ട് സർട്ടിഫൈഡ് ഫ്രം ഹൗസ് ഓഫ് ബ്യൂട്ടി. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെന്നാൽ ചിലപ്പം എന്റെ വീഡിയോസ് ഒക്കെ കാണാം, കാരണം ഞാൻ അവിടെ നിന്നാണ് സർട്ടിഫൈഡ് ആയത് ഫസ്റ്റ്. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെ എനിക്ക് എന്റെ ഫേസിൽ ബോട്ടോക്സോ ഫില്ലേഴ്സ് ഒന്നും ചെയ്യാൻ ഉള്ള താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ട് നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫേസ് യോഗ എന്നൊരു ടെക്നിക്കിനെ പറ്റി ഞാൻ ആദ്യമായി കാണുന്നത്. അത് ഈ വിഭൂതി അരോറ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെയാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ പുള്ളിക്കാരിയുടെ അവിടെ പോയി, ഡൽഹി പോയി ഞാൻ പഠിച്ച് ഞാൻ എക്സാം എഴുതി. ഐ ഗോട്ട് സർട്ടിഫൈഡ്. അല്ലാതെ അവിടെ നിന്ന് കിട്ടത്തില്ല. ഞാൻ ഓൺലൈൻ പോലും അല്ല, ഓൺലൈൻ ഇങ്ങനെ പഠിച്ചിട്ട് ഒരുപാട് പേര് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ ഓൺലൈൻ പോലും അല്ല, കാരണം അത്രയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അത്രയും നല്ലപോലെ പഠിക്കണം എന്നായിരുന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് തുടങ്ങി. ഞാൻ കുറച്ചാൾ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം കഴിഞ്ഞൊരു 8 മാസമായിട്ട് ഞാൻ ഒരു 1000-കണക്കിന് സ്റ്റുഡൻസിന് ക്ലയൻസിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട്, ഇതുവരെ ഇല്ലാതെ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് മിസ്റ്റർ ചന്ദ്രശേഖർ രമേശ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ചെയ്യുകയും അതിന് പിന്നാലെയായിട്ട് ഒരുപാടധികം ആളുകൾ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ട് ഓഫ് ജോബ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്ത് തട്ടിപ്പാണ് ഞാൻ നടത്തുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം നിങ്ങൾ എന്ത് തട്ടിപ്പാണ് നടത്തുന്നതെന്ന് അറിയണം അല്ലെ? പറഞ്ഞുതരാം. സയന്റിഫിക്കലി യാതൊരുവിധ തെളിവുകളും ഇല്ലാത്തൊരു പരിപാടിയാണ് പണം വാങ്ങി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ നമ്മുടെ നാട്ടിലെ തട്ടിപ്പ് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. നിങ്ങൾ പഠിപ്പിക്കുന്ന ഫേഷ്യൽ എക്സസൈസിനെ ഫേഷ്യൽ യോഗ എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മുടെ നാട്ടിൽ വളരെ പ്രാചീനമായി അഭ്യസിച്ച് വരുന്ന യോഗയുമായി ഫേസ് യോഗയ്ക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഫേസ് എക്സസൈസ് എന്നതിനു പകരം ഫേഷ്യൽ യോഗ എന്ന പേരിട്ടാൽ ആ യോഗ എന്ന പേരിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ഒറിജിനൽ യോഗ തന്നെ എല്ലാവർക്കും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ആളുകൾ ചില യോഗമുറകൾ ചെയ്താൽ പണികൾ കിട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഫേസ് യോഗ എന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ചു വരുത്തി മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ആരാണ് ഇതിന് ലൈസൻസ് തന്നത്? ഫേസ് യോഗ ചെയ്താൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? നിങ്ങളുടെ മുഖത്തിന് മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് മാറ്റം വന്നു എന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. ഫേസ് യോഗ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുഖത്തിലെ കൊഴുപ്പ് കുറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ പ്രായം കുറഞ്ഞത് എന്നൊക്കെ തെളിയിക്കാൻ എന്തെങ്കിലും പഠനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഫേസ് യോഗയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. സോ ഫേസ് യോഗ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണുള്ളത്. മറ്റു ബോഡി വർക്കൗട്ടുകളുടെയോ അല്ലെങ്കിൽ ഡയറ്റുകളുടെയോ ഒന്നും സഹായമില്ലാതെ ഫേസ് യോഗ കൊണ്ട് മാത്രം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു തരൂ, തെളിയിച്ചു തരൂ, തെളിയിച്ച് കാണിക്കി. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് തട്ടിപ്പല്ല എന്ന് ഞാൻ മാറ്റി പറയാം. എന്താ, അങ്ങനെ തെളിയിക്കാൻ പറ്റുമോ പാർവതിക്ക്? പറ്റില്ല. കാരണം അങ്ങനെ ഫേസ് യോഗ കൊണ്ട് മാത്രം ഒരു പുണ്ണാക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ കഴിയും. എനിക്ക് ഫേസ് യോഗ ചെയ്ത് എന്റെ മുഖത്ത് കുറെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. എന്റെ ഈ വിഷയത്തിലുള്ള കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്, ഞങ്ങൾക്കൊക്കെ ഫേസ് യോഗ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഫേസ് യോഗ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ അതിന്റെ കൂടെ ഡയറ്റ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ മറ്റു വർക്കൗട്ടുകൾ ചെയ്യുന്നില്ലേ? ഇനി വർക്കൗട്ട് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡയറ്റെങ്കിലും ഫോളോ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ശരീരഭാരം കുറയുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കുറയ്ക്കുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുഖത്തിലെ ഫാറ്റും കുറയും, നിങ്ങളുടെ മുഖം ഷേപ്പ് ആവും. അതിന് പ്രത്യേകിച്ച് ഫേസ് യോഗ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
നിങ്ങളുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള കൊഴുപ്പ് കുറയുന്നതിനനുസരിച്ച് മുഖത്തിലെ കൊഴുപ്പും കുറയും. സിമ്പിൾ, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോ പിന്നെ എന്തിനാണ് ഫേസ് യോഗ എന്നും പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവരെ പറ്റിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പറ്റിക്കുന്നതിന് പിന്നെ തട്ടിപ്പ് എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? പാർവതിയെ തന്നെ നോക്കൂ. യൂട്യൂബിലുള്ള അവരുടെ പഴയ വീഡിയോസ് ഒന്ന് എടുത്തു നോക്കി. പ്രസവത്തിന് ശേഷം അവരുടെ ബോഡി വെയിറ്റ് 80 മുകളിലായിരുന്നു. ശേഷം അവർ ഡയറ്റും വർക്കൗട്ടും ചെയ്താണ് ബോഡി വെയിറ്റ് കുറച്ചത്. അതിനെക്കുറിച്ച് പാർവതി തന്നെ പറയുന്ന ഒരു പഴയ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. ഇവർക്ക് മുന്നേ, അതായത് ഞാൻ ഒരു പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എന്റെ ഒരു വെയിറ്റ് ജേർണി എന്ന് പറയുന്നത് ഒരു 50s ആയിരുന്നു കേട്ടോ. മേ ബി ഒരു 55, 56, 57, ഒരു 57 കൂടുതൽ അങ്ങനെ വരത്തില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഗർഭിണിയായി, എനിക്ക് വെയിറ്റ് വെച്ചു. ഏകദേശം ഒരു 84, 86 വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് ഒന്ന് കുറഞ്ഞ ഒരു 82 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 86 നിന്നുള്ള എന്റെ ഒരു ജേർണി ഉണ്ട്. റൈറ്റ് നൗ ഐ ആം 57 kg. വെയിറ്റ് വെച്ച സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു ഫിറ്റ് ഈറ്റ് കപ്പിൾ എന്ന് പറയുന്നത്. മേ ബി എന്റെ നേരത്തെ ഉള്ള ഒരു വെയിറ്റ് ലോസ് ജേർണിയെ കുറിച്ച് ഞാൻ ഇവരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ. കാരണം ഈ ഒരു ടീമിനൊപ്പമാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഇവരെന്നെ കോൺടാക്ട് ചെയ്ത്, അപ്പൊ ഇവരുടെ അപ്രോച്ച് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പ്രോപ്പറായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. കാരണം ആ ഒരു സമയത്ത് ഫീഡിങ് ഉണ്ട്. ഞാനൊന്ന് വൺസ് ഇൻ എ മന്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 1 വീക്ക് ഒക്കെ ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം ഫിറ്റ് കപ്പിളിന്റെയാണ്. ഈ ഒരു 2 വർഷവും വൺസ് ഇൻ എ മന്ത് ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ഇവരുടെ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന പോലെ എന്റെ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ 1-2 ആഴ്ച എന്റെ നാട്ടിൽ പോയി, എന്റെ വീട്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും വെയിറ്റ് കൂടി. എനിക്കൊരു 3 കിലോളം കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ലേ, ഒരു 57 കിലോ വരെ ഞാൻ എത്തിച്ചതാണ്. ഇടയ്ക്കൊന്ന് 60 ആയി. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 58, 59 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഴയ പോലെ എനിക്ക് 57 എത്തിക്കണം. കാരണം അതാവുമ്പോൾ എനിക്ക് സെൽഫായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്റെ വൺ ഓഫ് ദ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഈ ജോലൈനൊക്കെ ആക്ച്വലി നല്ലപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. അത് ഇപ്പൊ ആക്ച്വലി ഇത്തിരി കൂടിയോണ്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് നിന്നപ്പോ എനിക്ക് അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ കേട്ടല്ലോ, 60 കിലോക്ക് താഴെ ഇവര് ബോഡി വെയിറ്റ് കുറച്ചു. 1-2 വർഷം മുമ്പാണിത്. അന്ന് ഇവര് ഫേസ് യോഗ ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് ഇവര് പറയുന്ന നോക്കി നിങ്ങൾ, ജോലിനൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു, ഫേസ് ഒക്കെ ക്ലിയർ ആയി എന്നൊക്കെ അല്ലേ. വെറും സാധാ ഡയറ്റും വർക്കൗട്ടും ചെയ്ത് മാത്രമാണ് അവർക്ക് മുഖത്തിന് അന്ന് അത്രയും മാറ്റം വന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഫേസ് യോഗ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി പാർവതി അവിടെ നിൽക്കട്ടെ, എന്റെ പേഴ്സണൽ അനുഭവം പറയാം. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കും എന്റെ വൈഫിനും അത്യാവശ്യം ഫാറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡയറ്റും വർക്കൗട്ടും ചെയ്യാൻ തുടങ്ങി. 2 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഞങ്ങളുടെ 2 പേരുടെയും ഫേസിലെ ഫാറ്റ് ഒക്കെ കുറഞ്ഞു, ജോലിന് വിസിബിൾ ആയി. ഒരു ഫേസ് യോഗ ഞങ്ങൾ ചെയ്തിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. അത്രേ പറയാനുള്ളൂ. എന്തായാലും താൻ ചെയ്തത് തട്ടിപ്പല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പാർവതി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ ഏതോ ഫേസ് യോഗയുടെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അതൊന്ന് കേട്ടോക്കാം. ഒരിടത്ത് പഠിച്ച് സർട്ടിഫൈഡ് ആയ ഒരാള് ഒരു ഫേസ് യോഗ എന്നൊരു ക്ലാസ്സസ് എടുക്കുന്നു. അത് പഠിച്ചിട്ട് മാത്രമാണ്. ഞാനിപ്പം സർട്ടിഫൈഡ് ഒന്നും ആവാതെ ഞാൻ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു തട്ടിപ്പാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഫേസ് യോഗയുടെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് തട്ടിപ്പാവുന്നത് എന്നാണ് പാർവതി ചോദിക്കുന്നത്. എന്നാൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് കോഴ്സാണ് പാർവതി പഠിച്ചത്? ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പഠിച്ചത്? പാർവതിയുടെ സർട്ടിഫിക്കറ്റിന് ഗവൺമെന്റ് അംഗീകാരമുണ്ടോ? അല്ലെങ്കിൽ ഫേസ് യോഗ പഠിപ്പിക്കാനുള്ള ലൈസൻസ് പാർവതിക്കുണ്ടോ? വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് എന്റേത്. അതിനുള്ള ഉത്തരം പാർവതി തന്നെ പറയുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ബാക്കി കേട്ടോക്കാം. അതെ, എന്തിന്റെ ബേസിലാണ് തട്ടിപ്പ് അല്ലെങ്കിൽ ഉഡായിപ്പ് എന്ന 2 വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊന്നും എനിക്കറിയണം. പാർവതിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വളരെ ഡീറ്റെയിൽഡ് ആയി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. വീണ്ടും ആവർത്തിക്കുന്നില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വായിക്കാൻ നോക്കാം. പലവരും എനിക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, പലവരും പല വീഡിയോസ് അയക്കുന്നുണ്ട്, പല യൂട്യൂബേഴ്സും ചെയ്ത സാധനങ്ങൾ. ഈവൻ ക്യാപ്ഷൻ പോലും അവര് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. പക്ഷെ എന്തിന്റെ ബേസിലാണെന്നുള്ളത് എനിക്കറിയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞാൻ മാത്രമല്ല ഫേസ് യോഗയുടെ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി കേരളത്തിൽ. എന്തുകൊണ്ട്? വൈ മീ? വൈ ഒൺലി മീ? വൈ ഒൺലി മീ? അതൊരു തെറ്റിദ്ധാരണയാണ് പാർവതി. പാർവതിക്ക് എതിരെയാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചത് എന്നുള്ളത് പാർവതിയുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ലയൺ സിനിമയിൽ ദിലീപിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അച്ഛനെതിരെയല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ളത്. അതുപോലെ പാർവതിക്കെതിരെയല്ല, പാർവതിയുടെ പ്രവൃത്തികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പാർവതി മാത്രമല്ല, പാർവതിയെ പോലെ ഈ പ്രവൃത്തി ചെയ്യുന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഫേസ് യോഗ പഠിപ്പിക്കുന്ന എല്ലാവർക്കും എതിരെയുമാണ് നമ്മൾ സംസാരിച്ചത്. പാർവതി പിന്നെ കുറച്ചുകൂടെ ഫേമസ് ആണ്, കുറച്ചുകൂടെ റീച്ച് ഉണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്കിൽ ഒരു ചർച്ച വന്നപ്പോൾ പാർവതിയെ ബേസ് ചെയ്ത് സംസാരിച്ചു എന്ന് മാത്രം. കാരണം
കാരണം ഈ സമൂഹത്തിൽ സാധാരണക്കാരായ ഒരു ഫേസ് യോഗ ടീച്ചർക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇൻഫ്ലുവൻസും റീച്ചും പാർവതിയെ പോലുള്ള ഒരു പബ്ലിക് ഫിഗറിന് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പാർവതിയെ ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. അല്ലാതെ പാർവതി മാത്രമാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പാർവതിയെ തൂക്കിക്കൊല്ലാൻ മാത്രമുള്ള തെറ്റാണ് പാർവതി ചെയ്തതെന്നൊന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊരു പേഴ്സണൽ അറ്റാക്ക് ആണെന്ന് ഒരിക്കലും പാർവതി തെറ്റിദ്ധരിക്കരുത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇതൊരു ചോദ്യമല്ലേ? എനിക്കൊന്ന് നിങ്ങളിൽ പലവരും അത് ചോദിച്ചിട്ടും ഉണ്ടാവും. പാർവതി കൃഷ്ണ മാത്രമല്ല ഇവിടെ ടാസ്ക് എടുക്കുന്നത്. മേ ബി ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണോ അതെനിക്കറിയില്ല. അത് ഫേസ് യോഗ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ കുറച്ചുകൂടെ ഫേസ് യോഗ ക്ലാസ് വന്നു തുടങ്ങി. ഇനി അതുകൊണ്ടാണോ? എന്നാലും എനിക്കറിയണം. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് അത് അറിയാനായിട്ട്. വൈ ഒൺലി മീ? ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് ടാർഗറ്റഡ്. ഐ ആം ദ ഓൺലി വൺ ഗെറ്റിംഗ് ടാർഗറ്റഡ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഫേസ് യോഗ ക്ലാസ്സും എല്ലാവരും നിർത്തട്ടെ. ഞാൻ പഠിപ്പിച്ച വിഭൂതികരവർ അവരുടെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവർ നിർത്തട്ടെ. അവര് ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം നിർത്തട്ടെ. ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട്. ഫുമിക്ക് തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും നിർത്തട്ടെ. എല്ലാവരും നിർത്തട്ടെ. അതന്നെയാണ് നമ്മളെ ആവശ്യം. അല്ലാതെ പാർവതി മാത്രം നിർത്തണമെന്ന് നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളും മറ്റും പ്രചരിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വീട്ടിലെ പ്രസവം എന്നും പറഞ്ഞ ആളെ കൊല്ലുന്ന അക്യൂപങ്ചർ ടീമിനെ പോലെ കുറെ അശാസ്ത്രീയ തട്ടിപ്പുകൾ ഇവിടെയുണ്ട്. പാർവതിയുടെ ഫേസ് യോഗ അത്ര ഡേഞ്ചർ അല്ലായിരിക്കാം. പക്ഷെ ഇവിടെ ഇനി ഇതുപോലുള്ള അശാസ്ത്രീയ രീതികൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ വേണ്ട. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. ബാക്കി പറഞ്ഞാലും വൈ ഒള്ളി മീ? വൈ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? നിങ്ങൾക്ക് എന്റെ ഫേസ് ഇഷ്ടമല്ലാതിട്ടാണോ? ഓക്കെ, നമുക്ക് അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചിലർ നമുക്ക് നമ്മുടെ ഫേസ് ഇഷ്ടം. അതോ ഇനി അടുത്ത ഞാൻ സ്റ്റെപ്പിലേക്ക് വെക്കും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ? എന്തിനാ പേടി? ഇതൊക്കെ എന്റെ ചോദ്യങ്ങളാണ്, ഞാൻ മനസ്സിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. അത് വിട്, അതൊക്കെ അവരോട് പറയാതിരിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അറിയാൻ ഒരു ക്യൂരിയസ് ആയിരുന്നു ഞാൻ. എന്തുകൊണ്ട് ഞാൻ മാത്രം എന്നുള്ളൊരു കാര്യത്തില് പല യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. മുംബൈ, ഡൽഹിയിലൊക്കെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർ പാർട്ടായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. യോഗയിൽ തന്നെ ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ അതറിയാം. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ ബോട്ടോക്സ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഫില്ലേഴ്സ് ചെയ്യാൻ പാടില്ല? എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞോട്ട് ഞാൻ നാച്ചുറൽ ടെക്നിക്കൽ വഴി ഞാൻ നോക്കിയതാണ്. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, നിങ്ങൾ ഡയറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ സ്ട്രെങ്ത് വർക്കൗട്ടൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു? ഡിഡ് ഐ ടെൽ യു ലൈക്ക് ദാറ്റ്? ഡിഡ് ഐ? ഡയറ്റും സ്ട്രെങ്ത് വർക്കൗട്ടും ചെയ്യാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. സ്ട്രെങ്ത് വർക്കൗട്ടും ഡയറ്റും ഒക്കെ ഉള്ളപ്പോൾ പിന്നെ ഫേസ് യോഗയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ചോദ്യം. ഡയറ്റും വർക്കൗട്ടും ചെയ്താൽ തന്നെ നിങ്ങൾ ഫേസ് യോഗ ചെയ്താൽ കിട്ടുമെന്ന് പറയുന്ന ബെനിഫിറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. പിന്നെ എന്തിനാണ് ഫേസ് യോഗ എന്ന് പറഞ്ഞ ആളുകളുടെ പൈസ വെറുതെ കളയുന്നത്? ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. പിന്നെയും പറയിപ്പിച്ച പിന്നെ എന്താ ചെയ്യാ? എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. സോ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പല പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇത്രയും ദിവസവും കുറെയൊക്കെ വേണ്ടാന്ന് വെച്ചിരുന്നതാണ്. ഇനി ഒരു പോയിന്റ് കൂടെ. ഇത് ഇത്രയും നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ബ്ലെയിം ചെയ്യാൻ പോകുന്നത്? അവിടെ നഷ്ടപ്പെടുന്നത് എന്റെ ഫാമിലിക്ക് മാത്രമാണ്, നിങ്ങൾക്ക് ആർക്കും അല്ല അല്ലേ? ഇവിടെ ഇപ്പം എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസം ഇങ്ങനെ കരയുമെന്നൊക്കെ പറയാം. അങ്ങനല്ല അല്ലേ? നിങ്ങൾ മെന്റലി ഒരാളെ ഹറാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? എന്തിനാ പാർവതി വെറുതെ സെന്റിമെന്റൽ ആവുന്നത്? എന്തിനാണ് ഇത്രയും പേഴ്സണൽ ആയിട്ട് എടുക്കുന്നത്? നമ്മൾ എവിടെയും പാർവതിനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല. ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. പാർവതി പഠിപ്പിക്കുന്ന ഫേസ് യോഗയുടെ അശാസ്ത്രീയതയെ കുറിച്ചും നമുക്ക് തോന്നിയ ചില സംശയങ്ങളും നമ്മൾ പ്രകടിപ്പിച്ചു. എന്തിനാണ് ആളുകൾ വെറുതെ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് കൃത്യമായ ശാസ്ത്രീയപരമായിട്ടുള്ള മറുപടി നൽകുന്നതിന് പകരം ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എന്താ കാര്യം? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടെങ്കിൽ അത് പറയും. ബാക്കിയുണ്ടോ? എന്തായാലും ഇത്രയും ദിവസം ഞാൻ ശരിക്കും വേണ്ടാന്ന് വെച്ചിരുന്നത്, ഇതൊന്നും ഞാൻ പറയണ്ടെന്ന് വെച്ചിരുന്നത്. ഞാൻ കുറച്ചു മുന്നേ കൂടെ ഒരു ലൈവ് വന്നിരുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ വിട്ടിരുന്നതാണ്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത കുറെ പണിയില്ലാത്തവന്മാര് കുറെ സാധനങ്ങൾ ചെയ്യുന്നു, കുറെ പണിയില്ലാത്തവന്മാര് കയ്യിലൊരു ഫോൺ ഉണ്ടെന്ന് കരുതിട്ട് എന്ത് തോന്നിയാസം എഴുതാന്നുള്ള സാധനമാണെങ്കിൽ ഇനി അത് നടക്കത്തില്ല. ഞാൻ എന്തായാലും ലീഗലി മൂവ് ചെയ്തൊരു കാര്യം തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം. എന്താണെങ്കിലും 1-2 പേര് അത് ഫണ്ണി ആയിട്ടൊക്കെ ചെയ്തത്. അത് ഫണ്ണി ആയിട്ടുള്ള സാധനം നമുക്ക് ഫണ്ണി ആയിട്ട് എടുക്കാം. പക്ഷേ ഈ ഉടായിപ്പ്, തട്ടിപ്പ് എന്നുള്ള വാക്കുകൾ അങ്ങനെയുള്ളവരെ പോയി വിളിക്കാം, അങ്ങനെ ചെയ്യുന്നവരെ പോയി വിളിക്കാം. എന്നെ അങ്ങനെ വിളിക്കാൻ ഒരു റൈറ്റ്സും ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. ഇനി ആവശ്യമില്ലാതെ ഒരു പോസ്റ്റോ ഓരോ സാധനം വന്ന ഇത് എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ പോകും. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ. ഓക്കെ, ഈ വീഡിയോ ഉൾപ്പെടെ പാർവതി പഠിപ്പിക്കുന്ന ഫേസ് യോഗയ്ക്കെതിരെ ഞാൻ ചെയ്ത 2 വീഡിയോകളിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ശാസ്ത്രീയമായ അടിത്തറയിൽ ഊന്നിയാണ് ഞാൻ സംസാരിച്ചത്. പാർവതി ചെയ്തത് തട്ടിപ്പാണെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തട്ടിപ്പെന്ന് തുറന്നു പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പാർവതിയെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാതെയാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. സോ എന്നിട്ടും പാർവതി എനിക്കെതിരെ നിയമപരമായി നീങ്ങുകയാണെങ്കിൽ ഞാനും നിയമപരമായി തന്നെ അതിനെ നേരിടും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് കാണാം.